ലൈവിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മലയാളി ബ്ലോഗർ യുഎഇയിൽ പിടിയിലായി. എന്റെ കാസറ്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ അബ്ദുൽ ഹക്കീമാണ് പിടിയിലായത്. കേരളത്തിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഒരു പിടികൂടിയെന്നൊക്കെ പറയാം. ഒരു ലാസ്റ്റ് സപ്പർ എന്നുള്ള രീതിക്ക് വന്ന മെസ്സേജാണ് ഒന്നിട്ടാ അവന്റെ ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറയാം നമുക്ക് വന്നതാണ്. അതുകൊണ്ടാണ് എനിക്കൊരു വോയിസ് അയച്ചു സോഷ്യൽ മീഡിയയിൽ. അവൻ എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വോയിസ് അയച്ചു. ബ്രോ, ഞാൻ എന്റെ സങ്കടം കൊണ്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇനി എന്തും പറഞ്ഞു ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവൻ ചെയ്ത ചെറ്റല്ലോ, അത് സഹിക്കാൻ പറ്റില്ല. കാരണം ഒരു കല്യാണ വീട്ടിൽ ആ സവാദ് പയ്യൻ പാവം പയ്യൻ ഒന്നുമില്ലാത്ത പയ്യൻ എല്ലാം. പക്ഷെ ഞാൻ അവന് മറുപടി കൊടുത്തില്ല. അതിനൊരു മറുപടി പേഴ്സണലി ഞാൻ മറുപടി കൊടുത്തില്ല. കാരണം അവൻ പറഞ്ഞത് എന്റെ കൂടെയുള്ളവൻ അനുഭവിച്ചത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുമ്പോൾ അവൻ ഈ മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്തെന്ന് വീഡിയോ ചെയ്തിട്ടേ, എടാ ഒരാൾ വീണ് കിടക്കുമ്പോൾ ചവിട്ടുന്നത് വളരെ മോശമാണെന്ന് എനിക്കറിയാം, നമ്മുടെ എത്തിക്സിന് എതിരാണെന്ന് പറയാം. പക്ഷേ അവൻ അന്ന് ചവിട്ടിയ ആളുകൾ അത്രയും വീണ് കിടന്ന ആൾക്കാരുണ്ടാവും, തെറ്റ് ചെയ്തവരുണ്ടാവും, അവരെ നമ്മൾ ന്യായീകരിച്ചിട്ടില്ല. പക്ഷെ അവന്റെ കൂടെയുള്ളവർ അവൻ തന്നെ അവരുടെ കൂടെ നടന്ന് ഇതുപോലെ പോക്കിരിത്തരൊക്കെ കാണിച്ച് അവസാനം ഇവൻ നല്ലവനായിട്ട് മറ്റുള്ളവർ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ അതിൽ പെടാതെ അവരുടെ കൂട്ടത്തിലുണ്ടായിട്ട് അതിലൊന്നും പെടാത്ത ഒരുപാട് പെണ്ണുങ്ങൾ, അതുപോലെ തന്നെ ആണുങ്ങൾ, ഒരുപാട് പേര് ഫാമിലി തകർന്നിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വോയിസ് ഉൾപ്പെടെ അവരുടെ വോയിസിൽ അവർ കരയുന്നത് കേട്ടിട്ട് ഇവനോട് നമ്മൾ റിക്വസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. അറിയാ ഇങ്ങനെ ഒന്നും ചെയ്യില്ലേ എന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അന്ന് അവന് കിട്ടിയ ഫോളോവേഴ്സും വ്യൂസും അവനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇതേപോലുള്ള, ഞാൻ ഇന്നും ആ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുള്ള കമന്റ് ഡിലീറ്റ്. കാരണം 2025 ഇവൻ സ്റ്റാർട്ടിംഗിൽ വീഡിയോ ഇടുമ്പോൾ അന്ന് തന്നെ ഞാൻ എക്സ്പോസ് ചെയ്തു എൻ്റെ വീഡിയോസും ഇവന്റെ കേസ് ഫയലും എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് വ്യൂസിൽ ഇട്ടത്. അന്ന് നമുക്ക് വന്ന കമന്റുകളാണ്, പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ ഇട്ട കമന്റുകളാണ് ഈ കാണുന്നത്. അവന്റെ തോളത്ത് കൈയിടാൻ എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് തോളത്ത് കൈയിട്ട പല ആളുകളും, അതിനുശേഷം അവന്റെ തോളത്ത് കൈയിട്ട പല ആളുകളും എന്തിനാണ് തോളത്ത് കൈയിട്ടെന്ന് അറിയില്ല. അവരെത്രത്തോളം നല്ലതാണെന്നുള്ളത് നമ്മുടെ പ്രൊഫൈലിൽ നോക്കിയാൽ അതും നമുക്കറിയാം. അന്നും ഇന്നും ഇവരെയും നാം താങ്ങാൻ പോയില്ല, ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്തില്ല എന്നുള്ളൂ. പക്ഷേ നമ്മൾ അവന്റെ വ്യക്തമായിട്ട് തെളിവുകൾ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തു. അന്ന് എനിക്ക് വന്ന കമന്റുകൾ റീച്ചിന് വേണ്ടിയാണോ മറ്റേതാണോ, അത് പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ പേഴ്സണൽ ചാറ്റ് കമന്റ് ബോക്സ്, നമ്മളത് മൈൻഡാക്കാൻ നിന്നില്ല. നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടു. നമ്മളെ ഇതിൽ നോക്കിയാൽ മതി തോന്നുന്നു. ഇനി കാണണമെന്നുള്ള ആ വീഡിയോസ് കാണണമെന്നുള്ളവർ നമ്മുടെ പ്രൊഫൈൽ കയറി ജസ്റ്റ് ഒന്ന് നമ്മളെ ഹൈലൈറ്റ്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, എൻ്റെ ക്ലോസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അന്ന് ഏതാ ഡേറ്റിൽ ഇട്ടേണ്ട ഡേറ്റ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. അന്നും മാറ്റി പറഞ്ഞില്ല, ഇന്നും മാറ്റി പറഞ്ഞു. സ്ക്രീൻ എടുക്കണമെന്ന് ചവിട്ടാൻ പാടില്ലെങ്കിലും ഇവനെ ചവിട്ടുന്നതിന് ഒരു സുഖമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അനുഭവിക്കാനുള്ളതാണ് ഇന്ന് അനുഭവിക്കാൻ പോകണം. അവൻ കാരണം ഒരുപാട് കുടുംബങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നല്ലവരായവരിട്ട്, തെറ്റ് ചെയ്തവരല്ല ഞാൻ പറയണം, നല്ലവരായ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇവൻ അനുഭവിച്ചേ പറ്റൂ. അതങ്ങനെയാണ് കർമ്മ എന്ന് പറയുന്നത്. ഉപറാങ്ങാണ്, തിരിഞ്ഞു വരുമെന്ന് അവൻ വിചാരിച്ചില്ല. അത് വിചാരിക്കണം. അത് ആരാണെങ്കിലും, ഇന്ന് അവന്റെ തോളത്ത് കൈയിട്ട ആളുകളാണെങ്കിൽ പോലും ഇന്നലെ വരെ അവനെ കുറ്റം പറഞ്ഞ് ഇന്ന് അവന്റെ തോളത്ത് കൈയിട്ട് ഇന്ന് അവന്റെ ഒരു തെറ്റ് കണ്ടപ്പോൾ വീണ്ടും അവനെ കയറി ചവിട്ടി മെതിക്കുന്ന അതിലും വലിയ തെറ്റുകളുണ്ട്. ഇന്ന് അവനെ ചവിട്ടി മെതിച്ച് അതിലും വലിയ തെറ്റ്, ഇന്നലെ അവന്റെ തോളത്ത് കൈയിട്ടും വരാം. അത് അതിലും വലിയ ഭൂകിരതരാട്ടോ. നിന്റെയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് സാധനം, നമ്മൾ പൊട്ടിക്കും. നീ വേണി കേട്ടാ, നീയും പിടിക്കപ്പെടുമെന്ന് നീ വിചാരിച്ചു ഒരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. നമ്മൾ ഇത്രയാണ് പ്രതീക്ഷിച്ചുള്ളൂ. GCDയിൽ ഇന്ന് അവനെ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. ലൈവിൽ വന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പുറത്തു വന്നു. ഇന്ന് GCDയിൽ നിന്ന് അവനെ പൊക്കി, ഇന്ന് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞ് കേട്ടത്. ഇനി അവിടെ നിന്ന് അവൻ എന്തായാലും ബാൻ ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് നാൾ അകത്ത് എടുക്കും. നാട്ടിലേക്ക് വന്നാൽ പറ്റില്ല, തുടർച്ചയായിട്ടുള്ള കേസുകൾ അവൻ്റെ പേരിൽ കിടപ്പുണ്ട് നാട്ടിൽ. എന്താവും എന്നറിയില്ല. എന്തായാലും അവൻ ചെയ്ത ഭാഗത്തിനുള്ള അവൻ അനുഭവിക്കട്ടെ, അതല്ലേ നല്ലത്.